Allah subhanahu wa ta'ala Rasulullah sallallahu alaihi wasallam തന്നിലേക്ക് അല്ലാഹു തന്നെ തവാബിനെ ചേർത്ത് കൊടുക്കട്ടെ. നമ്മെല്ലാം മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ പള്ളിക്കാരുടെ അവർക്കൊക്കെ ഇതിന്റെ തവാബിനെയും നൂറിനെയും അല്ലാഹു തആല ചേർത്ത് കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയും അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളുടെ നൂറിലിരിക്കുന്നവരുടെ കൊടുത്തട്ടെ. പറയത്തക്ക പ്രയാസങ്ങളില്ലാതെ ജീവിച്ചതുപോലെ തുടർന്നും റാഹത്തോടെ ജീവിക്കാനും അവസാനം റാഹത്തായി മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിൽ പ്രബലമായ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ വസ്തുക്കൾക്കും ഓരോ ഹൃദയങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധമായ ഖൽബുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം അത് സൂറത്തു യാസീനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചു. സൂറത്ത് യാസീൻ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്താൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളും മരണസമയത്തുണ്ടാകുന്ന അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും പരിശുദ്ധ യാസീൻ ഓതാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ കൂട്ടത്തിൽ ദിവസവും പതിവാക്കേണ്ട സൂറത്തുകളുടെ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ സൂറത്ത് എല്ലാ ദിവസവും ഓതൽ വലിയ സുന്നത്തുള്ള ഒരു കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നമ്മുടെ മുൻഗാമികളും നമ്മുടെ പൂർവികരായ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ കാരണന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു പ്രവർത്തനം കൂടെയാണ് സൂറത്തുൽ മുൽക്ക്, വാഖിഅ, യാസീൻ, ഖുർആൻ തുടങ്ങിയ സൂറത്തുകളൊക്കെ എല്ലാ ദിവസവും പതിവാക്കുവായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ വാഖിഅതി ഫീ കുല്ലി ലൈലത്തിൻ ലം തുസിബഹു ഫാഖതൻ അബദാ. ആരെങ്കിലും എല്ലാ ദിവസവും രാത്രി ക്ഷമകടിയിലാണ് എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ ലം തുസിബഹു ഫാഖതൻ അബദാ, കാലാകാലം ഒരു കാലത്തും അവരെ ദാരിദ്ര്യം പിടിപെടൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം ഉണ്ടാവില്ല, വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേ എങ്കിലും ഒരാളുടെ മുന്നിൽ കൈ നീട്ടി യാചിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ തൊട്ട്, മോശത്തരങ്ങളെ തൊട്ട്, ദാരിദ്ര്യങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ വാഖിഅ അതെല്ലാ ദിവസവും നമ്മൾ പതിവാക്കി നോക്കുക. മഹാന്മാർ അതിൽ ഒരുപാട് വിഷയങ്ങൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വർഗാവകാശങ്ങളെ കുറിച്ച് വലത് പാർട്ടിക്കാർ, വലതിന്റെ ആൾക്കാർ, സ്വർഗത്തിന്റെ ആൾക്കാർ, അതുപോലെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നരകത്തിന്റെ ആളുകൾ. സ്വർഗത്തിന്റെ ആളുകൾക്ക് അതിൽ ലഭിക്കുന്ന സുഖങ്ങൾ, സൗകര്യങ്ങളെ കുറിച്ച് ആ സൂറത്തുൽ വാഖിഅയിൽ പറയുന്നുണ്ട്. നരകത്തിന്റെ ആളുകൾക്ക് അതിൽ ലഭിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചും ആ സൂറത്തുൽ വാഖിഅയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളും ഉത്തരവിധങ്ങളും സ്വഹാബത്തും അതുപോലെ അവരുടെയും ഒക്കെ പഠിപ്പിച്ച വലിയൊരു മഹത്തായ സൂറത്താണ് സൂറത്തുൽ വാഖിഅ. യാസീന്റെ കൂടെ ഒരു 5 കൂടി പോയ 5 അത് നമ്മൾ ഈ സൂറത്തുൽ വാഖിഅയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാണ്. അതാണ് കബറിൽ ചെന്നാൽ നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ കബറിൽ അവന് ഏറ്റവും കൂടുതൽ സഹായമായിട്ട് വരുന്നത് അത് അവൻ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫാണ്. കബറിൽ ഒളിച്ചതിനുള്ള ഒരു കാരണം അത് ഖുർആൻ ശരീഫാണ്. എപ്പോഴും ഖുർആനുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക. എന്നാൽ മഹാനായ സൂറത്തുൽ വാഖിഅയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് അദ്ദേഹം പറയുന്നത് കാണാം. ചെറിയ നോക്ക് പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു സ്വഹാബിയാണ്. നമ്മൾ ഇരുന്നാൽ എത്ര വലിപ്പമുണ്ടാവും അത്ര വലിപ്പമാണ് നീച്ചിരുന്നാൽ. നമ്മൾ നേരെ ഇരുന്നാൽ ഉള്ള വലിപ്പമാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നാൽ ഉണ്ടാവാൻ. അത്ര ചെറിയൊരു കുറുതായ മനുഷ്യൻ, ചെറിയൊരു മനുഷ്യൻ. റസൂലുള്ളാഹിന്റെ വലിയ ഇഷ്ടക്കാരനാണ്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹിന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ പോണ മനുഷ്യനാണ്. ആ സ്വഹാബി സൂറത്തുൽ മരിക്കാറുണ്ട്. അതായത് അവസാന സകറാത്തിന്റെ അവസരം കിടക്കുമ്പോൾ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രോഗശയ്യയിൽ കിടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ സന്ദർശിച്ചു. എന്നിട്ട് ചോദിച്ചു, യാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മാ തശ്തകി, എന്തെങ്കിലും പ്രയാസമുണ്ടോ,
എന്തെങ്കിലും പരാതികൾക്കുണ്ടോ എന്ന് ഇബ്നു മസ്ഊദ് എന്നവരോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന ഭരണാധികാരിയാണ്, മൂന്നാമത്തെ ഖലീഫയാണ്. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇബ്നു മസ്ഊദ് വഫാത്താകുന്നത്. ആ സമയത്ത് ചോദിച്ചു, എന്തെങ്കിലും പ്രയാസങ്ങൾക്കുണ്ടോ? അവിടുന്ന് പറഞ്ഞു, ആലോചിക്കുന്ന ഒരു വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടക്കാരനായ സ്വഹാബി, റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ള മുത്തുനബിയോട് ഒട്ടിച്ചേർന്ന് ജീവിച്ചൊരു മഹാൻ പറയാം, വഫാത്തിന്റെ സമയത്ത് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളെ കൽപ്പിന് അലട്ടുന്നുണ്ടോ ചോദിച്ചപ്പോ, എന്റെ പാപമാണ്, എന്റെ പാപമാണ്. ആ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് വലിയ പേരുണ്ട്. എന്തെങ്കിലും പാപം, ഒരു പാപമാണ് റസൂൽ സുഹൃത്തിലാന്ന് പറഞ്ഞ മനുഷ്യന്മാരെ മരണസമയത്തുള്ള വിഷമം, എന്റെ പാപങ്ങൾ ആലോചിക്കുമ്പോ എനിക്ക് വലിയ പേരുണ്ട്. അപ്പൊ നമ്മൾ അവസാനം എന്താണ്? പാപങ്ങൾ മാറി നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് അപ്പം തരട്ടെ. ഇതിനു മുമ്പിൽ പറയാം, എനിക്ക് എന്റെ പാപങ്ങളെ കുറിച്ച് ചോദിച്ചു. എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, എന്താ നിങ്ങൾക്ക് ഞാൻ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചോദിച്ചപ്പോ അപ്പൊ പറഞ്ഞു, എനിക്ക് എന്റെ റബ്ബിന്റെ കാരുണ്യം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മരിച്ചെന്നാൽ എന്റെ റബ്ബിന്റെ കാരുണ്യം ഖബറിലും മഹ്ശറിലും സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നത് വരെ എന്റെ റബ്ബിന്റെ കാരുണ്യം എനിക്ക് ലഭിക്കണമെന്നാണ്. ആ സമയത്ത് മുമ്പ് ചോദിച്ചു, അലാ ആമുലക ബിൻ തബീബ്, ഞാനൊരു ഡോക്ടറെ ഏർപ്പാടാക്കി തരട്ടെ, ഒരു വൈദ്യനെ ശുശ്രൂഷിക്കാൻ ചികിത്സിക്കാൻ ഒരാളെ ഞാൻ ആക്കി തരട്ടെ. അപ്പോൾ പറഞ്ഞു, ആ തബീബു അംറദനി, വൈദ്യൻ ഡോക്ടർ ഒന്നും എനിക്ക് വേണ്ട, എന്റെ ഡോക്ടർ, എനിക്ക് വേണ്ട ഡോക്ടർ അംറദൻ, എനിക്ക് രോഗം തന്ന ആളാണ്, മാറ്റണമെങ്കിൽ അവനാണ് എന്റെ രോഗം മാറ്റുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് മുമ്പിൽ ചോദിച്ചു, എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് തരാൻ നിങ്ങൾക്ക് കൽപ്പിക്കട്ടെ. സ്വഹാബത്തിനോട് ഞാനത് പറയട്ടെ, എന്തെങ്കിലും കുറച്ച് പൈസ നിങ്ങൾ ആവശ്യങ്ങൾക്ക് ഞാൻ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് പറയട്ടെ. രോഗശൈലി കിടക്കുന്ന ഇബ്നു മസ്ഊദിനോട് ചോദിച്ചപ്പോ മുമ്പ് ആ സമയത്ത് പറഞ്ഞു, ഒരു ആവശ്യമില്ല, ഒരു പൈസ വേണ്ട, എനിക്ക് ഒന്നും തരാൻ നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഞാൻ തരുന്ന പൈസ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ മക്കൾക്ക് ഉപകരിക്കൂലേ? ഒക്കെ പെൺമക്കളല്ലേ, ഒരുപാട് പെൺമക്കളായിരുന്നു, നിങ്ങൾ പെൺമക്കൾക്ക് ഉപകാരം ചെയ്യുമെന്ന് ചോദിച്ചപ്പോ മൂപ്പർ അതിന് പറഞ്ഞൊരു മറുപടി, ഞാൻ എന്റെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യത്തെ ഭയക്കുകയാണ്, ഒരു പേടിക്കില്ല, ഒരു പേടിക്കില്ല എന്ന് പറഞ്ഞ എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന ഒരു പേടിയും എന്റെ കൽവിയില്ല എന്ന് പറഞ്ഞു. ഇന്നി അമർതു ബനാതി യഖറഅന കുല്ല ലൈലത്തിൻ സൂറത്തുൽ വാഖിഅ, എന്താണ് എന്റെ പെൺമക്കൾക്ക് ഞാൻ മരിച്ചാൽ ദാരിദ്ര്യം എനിക്ക് പേടിയില്ലാത്തത്? എന്റെ എല്ലാ പെൺകുട്ടികളോടും ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണമെന്ന് എന്റെ പെൺമക്കളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മരിക്കുന്ന സമയത്ത് എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു പേടിയുമില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല വലിയ മഹത്വം. നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പതിവാക്കേണ്ട സൂറത്തിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. സാവധാനം കാണാതെയോ അല്ലെങ്കിൽ നോക്കിയിട്ടോ ഒക്കെ നമ്മളൊന്ന് ചൊല്ലാം. ഇത്തരം സൂറത്തുകളൊക്കെ വലിയ മഹത്വമുണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടുവരുന്നതും പറഞ്ഞു വരുന്നതും പഠിച്ചു വരുന്നതുമാണ്. അതുകൊണ്ട് അറിയുന്നവരൊക്കെ അതൊക്കെ ദിവസം ഒന്ന് പകർത്താം. 24 മണിക്കൂർ നമുക്ക് കിട്ടുമ്പോ 5 മിനിറ്റ് ഒരു സൂറത്തുൽ വാഖിഅ മാറ്റി കൊടുക്കുക. 5 മിനിറ്റ് ഒരു സൂറത്തുൽ യാസീൻ മാറ്റി വെച്ചാൽ 10-60 കൊല്ലം കൂടിപ്പോയി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയസ്സ് എണ്ണി പറയാത്തൊരു കാര്യം നമ്മൾ കിടക്കുന്ന ഖബറിൽ അവിടെ 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലം അത് കഴിഞ്ഞൊക്കെ പോവാം എന്ന് ചിന്താവില്ലല്ലോ. അവിടെ വയസ്സില്ല. ഖിയാമത്ത് നാൾ വരെ നമ്മൾ കിടക്കേണ്ട ഇടമാകുന്ന ഖബറിൽ നമ്മൾ കിടക്കുമ്പോ അവിടെ നമുക്ക് പേടിയില്ലാതെ കിടക്കാൻ പറ്റുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള മഹാഭാഗ്യം നൽകി.